പൂജിതമാകുന്ന അങ്ങയുടെ രാജ്യം വരണം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദീർഘഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നാടിന്റെ നട്ടെല്ലായ കർഷകർക്ക് വേണ്ടി കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി രാജ്യം നേരിടുന്ന വെല്ലുവിളി അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ UDF-ന്റെ പ്രവർത്തകർ എന്ന നിലയിൽ പോരാടുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച സംസ്ഥാനത്തും രാജ്യത്താകമാനവും കർഷകരുടെ നിലനിൽപ്പിനെ വെല്ലുവിളി ഉയർത്തുകയാണ്. കേരളത്തിന്റെ കാർഷിക വിളകളായ റബ്ബറും കുരുമുളകും നെല്ലും ഏലവും നാളികേരം അടക്കം കാർഷിക വിളകൾ പൂർണ്ണമായി വില തകർച്ചയിലേക്ക് കടക്കുകയാണ്. ഒരു വിളവുകൾക്കും ന്യായവില ലഭിക്കാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇതിന്റെ കൂടെ വന്യജീവി ആക്രമണം കർഷകരുടെ ജീവനും സ്വത്തിനും തുടർച്ചയായി ഭീഷണി ഉയർത്തുന്നു. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കർഷകരുടെ ജീവനെടുക്കുമ്പോൾ അധികാരികൾ പാഴ്വാക്കുകൾ പറഞ്ഞ് അടിതപ്പി രക്ഷപ്പെടുകയാണ്. കർഷകരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പലരും അവരുടെ മുഖംമൂടികൾ ഇന്ന് അഴിഞ്ഞു വീഴുന്നതാണ് കർഷക ജനത കാണുന്നത്. കടക്കെണിയിലായ കർഷകർ ജീവനൊടുക്കുമ്പോൾ ഭരണകൂടങ്ങൾ നോക്കുകുത്തികളായി കാത്തു നിൽക്കുന്നു. അധികാര കേന്ദ്രങ്ങൾ കാർഷിക മേഖലയെ അവഗണിക്കുകയും കുത്തകകൾക്ക് തീരെഴുതുകയും ചെയ്യുമ്പോൾ കർഷകരുടെ അഭിമാനം സംരക്ഷിക്കാനും വിലത്തകർച്ചയിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനും കേരള കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകണ്ട. ഒരു പാർട്ടി മാത്രമല്ല, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന NDA-യും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF-ഉം ഈ രണ്ട് ഭരണ നേതൃത്വങ്ങളും ഇന്ത്യയിലെ കർഷകരെ, കേരളത്തിലെ കർഷകരെ പാടെ മറന്നിരിക്കുകയും അവഗണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 1 ലക്ഷം കർഷകരിലേറെ കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നിത്യേന എന്നോണം കർഷകരുടെ ആത്മഹത്യകൾ നടക്കുന്നു. കർഷകർ ആക്രമിക്കപ്പെടുന്നു, വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു, കർഷകരെ ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി നടക്കുകയാണ്. ഫലപ്രദമായിട്ടുള്ളൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി കേരള കോൺഗ്രസിന്റെ ഏറ്റവും സമ്പന്നനായ നേതാവായിരുന്ന മാണി സാറിന്റെ കബറിടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനും ആ ഓർമ്മ പുതുക്കാനും വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കർഷകരും കാർഷിക മേഖലയും നേരിടുന്ന ഈ സവിശേഷമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും മുൻകാലങ്ങളിലെ പോലെ തന്നെ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും സംരക്ഷണം കൊടുക്കുന്നു. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും. അത്